യുഎയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫുട്ബോൾ നിരീക്ഷകരിൽ ഒരാളാണ് തൃശ്ശൂർ സ്വദേശിയായ നാഫിയുൽ ഫരിഷ്ത. ഖത്തർ ഫുട്ബോളിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റ ആയ നാദു ടോക്സിലൂടെ ഫുട്ബോൾ നിരീക്ഷണങ്ങൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഇത് ചിത്രീകരിക്കുമ്പോൾ ക്വാർട്ടർ ഫൈനൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ലോകകപ്പിൻ്റെ. എങ്ങനെ കാണുന്നു ഇതുവരെയുള്ള മത്സരങ്ങൾ? നാദു, ഇതുവരെ നല്ല ഫാൻ ബേസ് ഉള്ള ടീമുകളൊക്കെ പുറത്തായിട്ടുണ്ട്. പോർച്ചുഗല്, ബ്രസീല്. പിന്നെ ഈ വേൾഡ് കപ്പിൽ 48 ടീമുകളാവുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു ബോറിങ് ഫീൽ വരുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ മെയിനായിട്ട് ആഫ്രിക്കൻ ടീമുകൾക്ക് ഭയങ്കരമായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്. ഇന്നലെ തന്നെ കഴിഞ്ഞ ഈജിപ്തിൻ്റെ കളി കണ്ടു, ഐവറി കോസ്റ്റിൻ്റെ ഒക്കെ കണ്ടു. അവർക്കൊക്കെ നല്ല അവസരം കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇനി മൊറോക്കോടെയാണ് നമുക്ക് ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കണത്. പിന്നെ അങ്ങനെ കുറേ അണ്ടർ ഡോഗുകൾക്കാണ് ഇത്തവണ വേൾഡ് കപ്പിൽ കുറേ അങ്ങോട്ട് മെയിനായിട്ട് പറയാനുള്ളത്. വലിയ വമ്പന്മാരൊക്കെ പ്രതീക്ഷിച്ച പോലെ ഒന്നും പെർഫോം ചെയ്തില്ല. ഞാൻ പ്രതീക്ഷിച്ച പോർച്ചുഗലും ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ് ചെയ്യിപ്പിച്ചു. റൊണാൾഡോ കഴിഞ്ഞ വേൾഡ് കപ്പിലെ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ആള് ഫസ്റ്റ് നോക്കൗട്ട് ഗോൾ അടിച്ചു. 41-ാം വയസ്സിൽ ചെയ്യാൻ പറ്റണ മാക്സിമം ചെയ്തിട്ട് തന്നെയാണ് പോയേക്കുന്നത്. ഇപ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് അർജന്റീന എന്നുള്ളൊരു അവസ്ഥയിലാണ്. അതായത് കൂടുതൽ ആരാധകരുള്ള അർജന്റീനയാണ് ബാക്കി ഉണ്ടായിരുന്നത്. അതും ഒരു അവസരത്തിൽ പുറത്തു പോകുമോ എന്നുള്ള തരത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഈജിപ്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോഴും വിവാദങ്ങൾ നിലനിൽക്കുകയാണ് അതിൻ്റെ റെഫറിങ്ങിനെ പറ്റിയിട്ടും അതേപോലെ ആ ഫൗളുകളെ പറ്റിയിട്ടും. അതിനെങ്ങനെയാണ് കാണുന്നതിനത്? എനിക്കത് അവസാനം അർജന്റീന അടിച്ച ഗോള് അത് ഫൗളാവട്ടെ ഫൗളല്ല എന്തായിക്കോട്ടെ, പക്ഷെ ആ സലയുടെ സാധനം അത് റെഫറി ഗോൾ അടിച്ചു കഴിഞ്ഞിട്ട് സല ചോദിക്കേണ്ടത് വാറ് ചെക്ക് ചെയ്തിട്ടെന്ന്. അത് വാറ് ചെക്ക് ചെയ്ത് ഫുൾ എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നെങ്കിൽ ഇത് ഇത്ര ഫാൻസിൻ്റെ ഇടയിൽ ഇത്ര കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാക്കുമായിരുന്നില്ല. കാരണം രണ്ടാമത്തെ ഗോൾ അർജന്റീന അടിക്കുമ്പോൾ ആസ് എ ക്യാപ്റ്റൻ മെസ്സി അസിസ്റ്റന്റ് റെഫറിയോട് പറയുന്നുണ്ട് ഈജിപ്തിൻ്റെ ഗോൾ ചെക്ക് ചെയ്യാൻ. എന്നിട്ട് അത് ഫൗള് വിളിച്ച് ഗോൾ ഡിസലവ് ചെയ്തു. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ വേൾഡ് കപ്പിൽ ഈ ഒരു ഹൈഡ്രേഷൻ ബ്രേക്ക് നല്ല രീതിക്ക് എക്സ്പീരിയൻസ്ഡ് ടീമുകളെ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഈജിപ്തിൻ്റെ കളി തന്നെ നോക്കി കഴിഞ്ഞാൽ ക്ലിയർലി ആ ഒരു ഹൈഡ്രേഷൻ ബ്രേക്ക് വരെ ഈജിപ്റ്റ് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. അർജന്റീന പ്ലേയേഴ്സ് നന്നായി ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ച് വെള്ളം കുടിപ്പിച്ച് കയറുന്നു ഈജിപ്റ്റ്. പക്ഷേ ആ ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷം അർജന്റീന ആ ഒരു ഗോൾ വന്നപ്പോൾ കമ്പാരിറ്റീവ്ലി അർജന്റീനയാണ് എക്സ്പീരിയൻസ് ആയിട്ട് ചാമ്പ്യന്മാരാണ്. അതിൻ്റെ ഒരു ഗുണം അവർ കാണിച്ചിട്ടുണ്ടായി. ഈജിപ്റ്റ് ഭയങ്കരമായി പാനിക്കായി. പിന്നെ ഒരു കംബാക്ക് അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു അർജന്റീന. 4 വർഷം മുമ്പ് കുറച്ചും കൂടിയും കുട്ടിയായിരുന്ന സമയത്താണ് ഫുട്ബോളിനെ അവലോകനം ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഖത്തർ വേൾഡ് കപ്പ് കഴിഞ്ഞ് ഇപ്പോൾ ഈ വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഫീൽ ചെയ്യുന്നത്? കളിയിലും അതേപോലെ തന്നെ നാദുവിൻ്റെ ഒരു ഒബ്സർവേഷനിലുണ്ടായിട്ടുള്ള മാറ്റം എങ്ങനെയാണ് ഫുട്ബോളിനോടുള്ളത്? അന്ന് ജസ്റ്റ് കളി കാണുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുക അങ്ങനെയൊക്കെ, പക്ഷേ ഇപ്പോൾ കറക്റ്റ് അനാലിസിസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും അങ്ങനെ. പിന്നെ അന്ന് ഫൗള് വരുമ്പോൾ പ്രത്യേകിച്ച് റൂൾ ബുക്കൊന്നും നോക്കാണ്ട് ഏത് ഫൗളാണെന്ന് അങ്ങനെയൊക്കെ വിളിച്ച് പറയാലായിരുന്നു. ഇപ്പോൾ എന്ത് ഇൻസിഡൻറ്റ് ഉണ്ടായാലും അതിന് ശേഷം നമ്മൾ റൂൾ ബുക്കൊക്കെ ചെക്ക് ചെയ്ത് എന്നിട്ട് അതിനെപ്പറ്റി പറയലാണ് നോക്കിയിട്ടുള്ളത്. ഇപ്രാവശ്യം റൂളുകളും കുറേ മാറിയിട്ടുണ്ടായിരുന്നല്ലോ, അത് എത്രമാത്രം ഫുട്ബോളിനെ സ്വാധീനിച്ചിട്ടുണ്ട്? അത് അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ USA കളിയുടെ തന്നെ കളി കഴിഞ്ഞിട്ട് അതിന് മുമ്പ് ഒരു റൂൾ അവർ വെച്ചിട്ടുണ്ടായി, കളി കഴിഞ്ഞിട്ട് റെഫറിക്ക് കാർഡ് മാറ്റാമെന്ന്. പക്ഷെ അതെനിക്ക് അത്ര അങ്ങോട്ട് നല്ലൊരു റൂളായി തോന്നിയില്ല. കാരണം ബെൽജിയം കളിക്ക് മുമ്പ് വരെ അതിനുള്ളൊരു ടാക്ടിക് സെറ്റ് ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവരത് മാറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ടീമിനെ അങ്ങോട്ട് ആ ടാക്ടിക്കൊക്കെ വെറുതെ പോയില്ല ആ ഒരു സംഭവം. പിന്നെ നല്ല റൂളുകൾ വേറുണ്ടായിരിക്കണത് കാർഡിൻ്റെ റീസെറ്റായിരുന്നു, സസ്പെൻഷൻ്റെ. ഈ വേൾഡ് കപ്പിൽ കുറേ പ്ലെയേഴ്സ് അവരുടെ ലാസ്റ്റ് ഡാൻസ് കളിക്കാൻ വന്നിട്ടുള്ളവരാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു കാർഡ് സസ്പെൻഷൻ റീസെറ്റ് ആയത് നന്നായി ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു. എന്താണ് ഇനിയുള്ള പ്രതീക്ഷകൾ? ഏത് ടീമിനൊപ്പമാണ് നാദു ഉള്ളത്? ആര് കപ്പടിക്കാൻ സാധ്യതയുണ്ട്? അത് ഞാൻ റൊണാൾഡോ പോണേക്കാളും മുമ്പ് റൊണാൾഡോ തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതുവരെ കളി കണ്ടിട്ട് കിഡിലം കളി കളിച്ചത് തോന്നിയത് ഫ്രാൻസും പിന്നെ മൊറോക്കോയും തന്നെയാണ്. എന്താണ് സ്പെയിനിനെ കുറിച്ചുള്ള പ്രതീക്ഷ? സ്പെയിനിന് ഇപ്രാവശ്യം പലരും സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇംഗ്ലണ്ടിനും വലിയ സാധ്യതകൾ പലരും പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത്? തുടക്കത്തിൽ അവരൊന്ന് ക്യാപ്പറിനെതിരെ പതറിയെങ്കിലും പിന്നെ അവർ കിഡിലനായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ഡിഫൻസ് യങ് ഡിഫൻസ് ആണെങ്കിലും പക്ഷേ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയി തോന്നിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ പോർച്ചുഗലിൻ്റെ കളിയിലൊക്കെ ഭയങ്കരമായിട്ട് അത് കാണാൻ പറ്റിയിട്ടുണ്ടായി.
പിന്നെ എങ്ങാനും ഫ്രാൻസിനൊക്കെ ഫേസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഡിഫൻസ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അതുപോലത്തെ പ്ലെയേഴ്സ് ഫ്രാൻസിലും മൊറോക്കോയിലും ഉണ്ട്. ഹാരി കെയ്നിലും ബെല്ലിങ്ങാമിലൊക്കെ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയി നിൽക്കണ പോലെയാണ് എനിക്ക് ഇംഗ്ലണ്ടിനെ തോന്നിയത്. എന്നാലും അവർക്ക് ഗോൾ ആവശ്യമുള്ള സമയത്ത് ഗോൾ അടിക്കാൻ ആൾക്കാരുണ്ട്. ഹാളൻഡിനെ വെച്ചിട്ട് നോർവേയുടെ സാധ്യതകൾ. ഹാളൻഡിനെ വെച്ചിട്ട് അവർക്ക് ആകെയുള്ളൊരു പണി നോർവേയിൽ ഹാളൻഡിന് ഗോൾ എത്തിക്കുക. കാരണം 100% ഗോളുള്ള പോലെയാണ്. അത് എത്ര വലിയ ഡിഫൻഡർ ആയാലും അത് ഹാളൻഡ് എങ്ങനെയെങ്കിലും അടിച്ച് കയറ്റിയിരിക്കും. എന്താണ് പ്രഡിക്ഷൻ? ആര് കപ്പ് ഉയർത്തും? ഞാൻ പറയുന്നത് ഫ്രാൻസിനെ കപ്പടിക്കുന്നതാണ്. വലിയ തോതിൽ ഒരു മുതിർന്ന ആള് ഫുട്ബോളിനെ അവലോകനം ചെയ്യുന്ന പോലെ തന്നെ പലരും ഇതിനെ കാണുന്നുണ്ട്. എന്താണ് പൊതുവെ ആളുകളുടെ ഒരു റെസ്പോൺസ്? നന്നായി അനാലിസിസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ പ്രസൻറ്റേഷനാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നതെന്നാണ് അവർ പറയണത്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നന്നായിട്ട് വീഡിയോസിൽ വരുന്നുണ്ട്. അങ്ങനെ റെസ്പോൺസുകൾ വരുന്നുണ്ട്. അതിന് എനിക്ക് നല്ല കാര്യമാണ്. ഫസ്റ്റ് അങ്ങനെ ഉണ്ടായി. ഇപ്പോൾ പഠനം പഠനം അതിൻ്റെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ്? 10ാം ക്ലാസ്സിൽ. ഓക്കെ. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ഈ തിരക്കിൻ്റെ ഇടയിലും ഫുട്ബോൾ തുടരും. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് വേൾഡ് കപ്പും ഒക്കെ. എന്തായാലും ഫ്രാൻസ് വിജയിക്കുന്നുള്ള പ്രതീക്ഷയിൽ നമുക്കിപ്പോൾ തൽക്കാലം പിരിയാല്ലേ?